പഴയ സിനിമകൾ പഴയ കാലത്തെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ ഇപ്പോഴത്തെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ സിനിമയിൽ സബ്ജക്റ്റ് വൈസ് ഒരുപക്ഷെ ക്യാമറയും ഷോർട്സും അവർ യുനോ ഒരു 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 ഫാമിലിയിൽ തന്നെ ചെറിയൊരു പോർഷനെ കുറിച്ച് സംസാരിക്കുന്നു. മറ്റേത് കുറെ കൂടി ഒരു വൈഡർ ഫ്രെയിം ആയിരുന്നു. അതിനകത്ത് എല്ലാവരും ഉണ്ടാവും. ഇതിപ്പം അതിനകത്ത് തന്നെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രോബബ്ലി വേറെ ചില ആസ്പെക്ട്സ് ഒക്കെ ചില സബ്ജക്ട്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്നതുണ്ടാവാം. ഇതിപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഇതായിരിക്കും ആവശ്യം. പക്ഷേ കുഞ്ഞനന്തൻ്റെ കട ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോഴേക്കും ഈ ന്യൂ ജനറേഷനെ നമുക്ക് വിളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്ങും അങ്ങനെ സംസാരിക്കുന്നതുമായിട്ടുള്ള കുറേ കുട്ടികൾ വന്ന് സിനിമ കണ്ട് അവർക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് സലീമുക്കോടൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം അവർക്കും ഈ കുഞ്ഞനന്തൻ്റെ കട റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഐ ബിലീവ് നല്ല കഥയുണ്ടെങ്കിൽ അത് വായിക്കാനും അത് തിയേറ്ററിൽ സെല്ലുലോയിഡിൽ കാണാനും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നു ന്യൂ ജനറേഷൻ ഇതാണ് ഇഷ്ടം. പിന്നെ പുതിയ ഫിലിം മേക്കേഴ്സിന് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അതായതുകൊണ്ടാകാം തോന്നുന്നു കൂടുതൽ ദാറ്റ് കൈൻഡ് ഓഫ് മൂവീസ് ആർ കമ്മിങ് ഔട്ട്. അതൊരു പക്ഷെ കുറയുമായിരിക്കും. അത് ഒരു പക്ഷേ കാണുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരെയും ഒരു മിസ്റ്റേക്കാണ്. ഇപ്പം ഞാനും ഇങ്ങനത്തെ സിനിമകൾ പോയി കാണാറുണ്ട്. അതിനകത്ത് ഡബിൾ മീനിങ് ജോക്സിന് ഒരു ഗുണമുണ്ടല്ലോ. അതായത് സാധാരണയായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു സാധാരണയായിട്ട് തോന്നാം. ഈ ഡബിൾ മീനിങ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാകുകയോ വേണമെങ്കിൽ എടുക്കുകയോ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയോട് ഇരുന്ന് കണ്ട പല സിനിമകളിലും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ അത് മനസ്സിലായി കാണില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനും തിയേറ്ററിലിരുന്നത് കാണും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നും എന്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സിനിമയിൽ വരുന്നു. പല സിനിമകളിലും ഇപ്പം ടോയ്ലറ്റ് ജോക്സ് അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ബെഡ്റൂം അതൊക്കെ ഒരു ക്രാഫ്റ്റ്സ്മാൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ഇത് എൻ്റെ സിനിമയ്ക്ക് വേണം എന്ന്. സോ ദാറ്റ് ഈസ് നത്തിങ് ടു കമൻറ്റ് അബൌട്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് സം കൈൻഡ് ഓഫ് ഡയലോഗ്സ് ആൻഡ് തിങ്സ് ലൈക്ക് അത് കുറച്ചും കൂടി എല്ലാവരുമായിട്ടിരുന്ന് കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കുട്ടികൾ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനത്തെ ജോക്സ് ഒന്നും അതിന് എൻകറേജ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ബട്ട് അതിപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് മലയാളികളുടെ ഒരു ഹിപ്പോക്രസിയാണ്. എല്ലാവർക്കും വായി നോക്കാൻ ഇഷ്ടം ജീൻസ് ഇട്ട് പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിക്കാൻ സാരി ഉടുത്ത് വരുന്ന പെൺകുട്ടികളാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവർ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് കുഞ്ഞനന്തൻ്റെ കട പോലെയുള്ള ചിത്രങ്ങളാകാം. പക്ഷെ അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ പോയി എത്തിച്ചേരുന്നത് ഇത്തരം സിനിമകളുടെ മുന്നിലാണ്. സോ ഐ തിങ്ക് അങ്ങനത്തെ ഒരു ഹിപ്പോക്രാറ്റിക് മെൻറ്റാലിറ്റി നമുക്കുള്ളത് കൊണ്ടാകാം. ഞാനൊരു സിനിമയുടെ ഭയങ്കര ക്രിട്ടിക്കാണ്. ഞാനൊരു സിനിമ വെറുതെ കണ്ടുവരാറില്ല. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആൺകുട്ടികളുടെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബോയ്സിൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും. ഇതിനകത്ത് നായിക ശരിയായില്ല, നായികയുടെ ബോഡി ലാംഗ്വേജ് ശരിയായില്ല, കോസ്റ്റ്യൂം ശരിയായില്ല, ഫ്രെയിം ശരിയായില്ല, പിന്നെ ആ ഡയലോഗിൻ്റെ അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു 1000 കുറ്റം പറഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ആ സിനിമയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അന്നും അതെ ഇന്നും അതെ ഞാൻ ഒരിക്കലും ഒരു ആക്ട്രസിനെ ഈ ആക്ട്രസ് എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ ഭാവിയിൽ അതാകും എന്ന് അതിന് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഒരു മൂവി കണ്ടിട്ടുമില്ല. കുഞ്ഞനന്തന് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. ഒരു ആക്ട്രസ് ഐ തിങ്ക് ഷീ നീഡ്സ് ടു ബി ജെനുവിൻ. യു നീഡ് ടു ഞാൻ എൻ്റെ ഒരു സിനിമ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. യു നീഡ് ടു ബി ജെനുവിൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്യാരക്ടർ ഇസ്. ആൻഡ് ഇഫ് യു ആർ ജെനുവിൻ ഐ തിങ്ക് യു ക്യാൻ ജെനുവിൻലി പോർട്രേ വാട്ട് ദാറ്റ് ക്യാരക്ടർ ഇസ്. പിന്നെ അതല്ലാതെ തന്നെ യു നീഡ് ടു ബി ഫിറ്റ്, യു നീഡ് ടു ബി ഇൻ ഷേപ്പ്. പിന്നെ എന്താണ് അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. ഐ എം വെരി ന്യൂ ഫോർ യു ടു ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ. ഐ സീരിയസ്ലി ഡോണ്ട് നോ. ഞാൻ കുഞ്ഞനന്തൻ്റെ കട അതായത് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഞാൻ കുട്ടിയുടെ ടീച്ചറായിട്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഞാൻ ഫുൾ മാർക്സ് കൊടുക്കുമായിരിക്കും. കാരണം ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല അതനുസരിച്ചിട്ടല്ലേ ഞാൻ ആ കുട്ടീനെ റേറ്റ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞനന്തൻ്റെ കട എൻ്റെ സിനിമയാണ്. അതൊരു പക്ഷേ സലീമുക്ക എത്രയോ മാസങ്ങളായി വർഷങ്ങളായി സലീമുക്കയുടെ മനസ്സിൽ കിടന്നൊരു സബ്ജക്റ്റിനെ സ്ക്രിപ്റ്റാക്കി അതിനെ ഡയറക്റ്റ് ചെയ്ത് സെല്ലുലോയിഡ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പക്ഷേ അതെൻ്റെ സിനിമ കൂടിയാണ്. അതുപോലെ തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ചെറിയ റോള് ചെയ്തിരിക്കുന്ന വ്യക്തിയും. വി ടേക്ക് പ്രൈഡ് ഇൻ ദ ഫാക്ട് ദറ്റ് വി ആർ എ പാർട്ട് ഓഫ് കുഞ്ഞനന്തൻ്റെ കട. കാരണം അത് സത്യസന്ധതയുള്ള ഒരു സിനിമയാണ്. ദർ ഇസ് നത്തിങ് വിച്ച് ഇസ് മെയ്ഡ് ഫോർ പീപ്പിൾ ടു ഡ്രോ പീപ്പിൾ ടു ദ തിയേറ്റർ. അത് വളരെ ജെനുവിനായിട്ട് വളരെ ക്ലീനായിട്ട് ധൈര്യസമേതം കുടുംബത്തോട് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സബ്ജക്റ്റാണ് ആ സിനിമ. കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ പറയണ്ടായി ഓരോ പ്രാവശ്യം കാണുന്തോറും ഇതിൻ്റെ ഓരോ വിൻഡോസായിട്ട് നമുക്ക് തുറന്നു വരും. ഈ സിനിമ അഭിനയിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ സിനിമയുടെ മുഴുവൻ കഥ അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയിൽ ആക്ച്വൽ പ്രോബ്ലമോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ സിനിമ കണ്ടപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. സോ ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 10 on 10 ഞാൻ കൊടുക്കും. പക്ഷേ ദാറ്റ്സ് ബിക്കോസ് അത് എൻ്റെ ബേബിയാണ്. അതുകൊണ്ട് സോ ഐ തിങ്ക് ഒരു പ്രോപ്പർ ഒരു ഓഡിയൻസ് ആയിട്ട് കാണുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് അബവ് 8. 100% ആയിട്ടും. സലീമൊക്ക എന്നെ ഫസ്റ്റ് ഫിലിമിൽ സരീന വാഹബിൻ്റെ ക്യാരക്ടർ അവതരിപ്പിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ബിക്കോസ് ഒരുപക്ഷെ സലീം അഹമ്മദ് എന്ന സംവിധായകനല്ല എന്നെ ഫസ്റ്റ് ഫിലിമിലേക്ക് വിളിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് സംവിധായകർ എൻ്റെ ചോദിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അതൊക്കെയാണ്. പക്ഷെ അതൊന്നും എനിക്കൊരു കിക്ക് തന്നില്ല. അതായത് ഇത് ഞാൻ പോയി ചെയ്യണം എന്ന്. പക്ഷേ സലീമുക്ക
സലീമുക്കയുടെ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ലായിരുന്നു എങ്കിൽ പോലും ആ സിനിമ ഉണ്ടാക്കിയ സംവിധായകൻ്റെ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ ഐ വുഡ് ഈവൻ ടോക്ക് അബൌട്ട് ഇറ്റ് വിത്ത് പ്രൈഡ്. ഞാൻ അതിനകത്ത് എന്നെ അഭിനയിക്കാനായിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും എന്നെ ചോദിച്ചു എന്നുള്ള പേരിൽ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ടേക്കൺ പ്രൈഡ്. ഈ സിനിമ എടുക്കാൻ കാരണം 100% സലീം അഹമ്മദാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് മൂവിക്ക് ആരായിരിക്കണം അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ? നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എനി വേ. അതായത് ഫസ്റ്റ് അല്ലേ, നമുക്ക് സെക്കൻഡിൽ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ വെച്ചു. ബട്ട് ഓൺ ഹിസ് ഫസ്റ്റ് മൂവി ഇറ്റ്സെൽഫ് വെൻ യു സീ ദാറ്റ് യു വിൽ നെവർ നോ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈമർ ഹു ഇസ് ഗിവൺ സച്ച് എ പ്രോഡക്റ്റ് ടു യു. അതിന് ഹി ഈസ് ബോട്ടൺ ലൈക്ക് ദി ബെസ്റ്റ് ഓഫ് സിനിമാറ്റോഗ്രാഫി ദറ്റ് ഇന്ത്യ ക്യാൻ പ്രോബ്ലി ഗിവ് യു ടുഡേ. മധു അംബാദ് സർ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ എം ഷുവർ സലീമക്ക കൊണ്ടുവരുന്ന സെക്കൻഡ് മൂവിക്കകത്തും ഈ എലിമെൻറ്റ്സ് എല്ലാം തന്നെ ഉണ്ടാവും. And that happened, he bought the best of the sound designer that India could have, the best of the cinematographer, the best of the actor that Kerala can produce or can think about. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വരുന്ന ഒരു ടീം സലീം അഹമ്മദ് സർ കൊണ്ടുവരുന്ന സിനിമയിൽ ഉണ്ടാകും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതല്ല വേറെ ആളാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിന് അതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടാണ്. സോ ഐ തിങ്ക് ഐ ഡെഫിനറ്റ്ലി ചോസസ് ബിക്കോസ് ഇറ്റ് വാസ് എ സലീം അഹമ്മദ് മൂവി. മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. മമ്മൂക്ക കരയുമ്പോൾ അതിനിപ്പോൾ എന്ത് മൂഡിലിരുന്നാലും എങ്ങനെ ഇരുന്നാലും മമ്മൂക്കയുടെ കണ്ണ് നിറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മനസ്സ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വിങ്ങും. അതാണ് മമ്മൂക്ക. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഡ്രോയിങ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന എത്രയോ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ ലൈഫിൽ തന്നെ അദ്ദേഹം ഒരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധികയായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കണം. ഇത്രയും സിനിമയിൽ അഭിനയിച്ച മമ്മൂക്കയുടെ മുന്നിൽ ഞാൻ പറയുന്ന ഡയലോഗ്സ് മുഴുവൻ മമ്മൂക്കയെ പിടിച്ച് പറയുന്ന ഡയലോഗ്സ് ആണ്. ഇങ്ങനെ പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണം. അപ്പം ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച കാര്യം, ഇത്രയും സിനിമ ചെയ്തുവെങ്കിലും മമ്മൂക്കയ്ക്ക് കുഞ്ഞനന്തനിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം എനിക്ക് ചിത്തിരയിലേക്ക് എത്താനുമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുഞ്ഞനന്തൻ ഒരു പുതിയ വ്യക്തിയാണ്, എനിക്ക് ചിത്രയും ഒരു പുതിയ വ്യക്തിയാണ്. ഈ കുഞ്ഞനന്തനിലേക്ക് മമ്മൂക്കയ്ക്ക് എത്താനുള്ള ടെക്നീക്സ് അദ്ദേഹത്തിന് ഇത്രയും വർഷത്തിൻ്റെ എക്സ്പെർട്ടീസ് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും. എനിക്ക് ആ എക്സ്പെർട്ടീസ് ഇല്ല. എന്നാലും ചിത്രയെ ഒന്ന് അടുത്തറിഞ്ഞ് അത് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റും. ലെറ്റ് മീ ഓൾസോ ട്രൈ ദാറ്റ്. ആൻഡ് മമ്മൂക്ക വാസ് വെരി സപ്പോർട്ടീവ്. അദ്ദേഹം ഒരിക്കലും മമ്മൂട്ടിയായിട്ട് എൻ്റെ മുന്നിൽ ഷോട്ടിനൊന്നും വന്നിട്ടേ ഇല്ല. അദ്ദേഹം കുഞ്ഞനന്തനായി ആ വേഷമൊക്കെ ധരിച്ച് അദ്ദേഹം ശരിക്കും കുഞ്ഞനന്തനായിരുന്നു ഇൻ സെറ്റ്. സോ താങ്ക്ഫുള്ളി it just happened. And combination scenes ഒക്കെ രസമായിരുന്നു. അത് സിംഗ് സൗണ്ടിലായതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. സോ learning up the dialogues and I think just happened.